കഴിഞ്ഞ ദിവസേ എയർ ഇന്ത്യ എന്താ പറയുക ഒരു വിവാദമായി മാറിയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പാർക്കിംഗ് എന്ന് പറഞ്ഞത് ഭയങ്കര വിവാദമായി. എല്ലാരും പൊങ്കാലടായിരുന്നു. അതെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് അറൈവലും ഡിപ്പാർച്ചറും ആണ് വരുന്നത്. അതേപോലത്തെ ലെഫ്റ്റ് സൈഡിലാണ് പാർക്കിംഗ് വരുന്നത്. പാർക്കിംഗ് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കിട്ടുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ എയർ ഇന്ത്യന്റെ ബോർഡിങ് വരുന്നത്. ലഗേജും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുകളിൽ പോയിട്ട് ലിഫ്റ്റിൽ താഴെ ഇറങ്ങി വരാൻ പറ്റും. നമുക്ക് ലഗേജ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പാർക്കിംഗ് പോയിട്ട് നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പാർക്കിംഗ് എന്ന് പറയാൻ കാരണം. പോകുന്നവർക്ക് ഏറ്റവും സുഖം പാർക്കിംഗ് പോയിട്ട് പോകുന്നത് തന്നെയാണ്. ലഗേജ് എടുക്കുക നേരെ അതിൻ്റെ ഉള്ളിൽ പോവുക. അതെ. അപ്പൊ അത് ഇതിൽ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അറിയാത്തവർക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേർക്ക് അറിയാത്തവർ അതിൽ വട്ടം കറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ചെങ്ങായിമാർ പോകുന്ന സമയത്തും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അല്ല, നമ്മൾ സാധാരണക്കാരന് ഇന്ന് ഏറ്റവും വില കുറഞ്ഞ റേറ്റിൽ ഇന്ന് നാട്ടിൽ പോകണമെങ്കിൽ എയർ ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡിഗോ, ഈ രണ്ട് ഫ്ലൈറ്റിലാണ് നമുക്ക് കുറഞ്ഞതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പോയപ്പോ കണ്ടോ, സിമ്പിള് ലഗേജിന് പ്രശ്നമല്ല, തൂക്കത്തെ പ്രശ്നമല്ല, ഹാൻഡ് ബാഗ് തൂക്കിയിട്ടില്ല, ഒരു കുഴപ്പമില്ല. അതെ, ഒരു കുഴപ്പമില്ല. 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. പെട്ടെന്ന് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഫ്ലോറിൽ പോവുക, ബോർഡിങ് എടുക്കുക, നേരെ പോവുക, ഇത്ര തന്നെ ഉള്ളൂ. അതെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോക്കൺ എടുക്കണം. ആ സമയത്ത് അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിങ്ങിന് ഫീസ് കൊടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 റിയാലാണ്. ഫ്രീ ആയിട്ട് നമുക്ക് പോവുക, ആളെ ഇറക്കുക, പോരുക. നമുക്ക് സുഖമായിട്ട് പോയി വരാൻ പറ്റും. ഇവിടുന്ന് ഖത്തറിന്ന് നാട്ടിൽ പോകുന്നവർക്ക് എയർ ഇന്ത്യയിൽ പോകുന്നവരുടെ കാര്യമായിട്ടോ പറയുന്നത്, ബാക്കിയുള്ള ഫ്ലൈറ്റിന്റെ അല്ല. എയർ ഇന്ത്യയിൽ പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പെട്ടെന്ന് പോകാനുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനി ആരും തെറ്റിയിരിക്കേണ്ട, എയർ ഇന്ത്യനെ മോശപ്പെടുത്തിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.